സോ ഹലോ ഗൈസ്, ഡോക്ടർ തബ്ഷീർ ഹിയർ. അപ്പോൾ നമ്മൾ നീറ്റ് 2025 എക്സാം കഴിഞ്ഞു അല്ലേ. അപ്പോൾ നീറ്റിൻ്റെ പേപ്പർ കണ്ടപ്പം എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണം തോന്നി. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. സോ ആക്ച്വലി എൻ്റെ സൗണ്ടിന് കുറച്ച് ഇഷ്യൂ ഉണ്ട്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ കോഴിക്കോട് ഉണ്ടായിരുന്നില്ല, ഞാനൊരു ടൂർണമെൻറ്റ് പോയതായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒച്ചയിട്ട് സൗണ്ട് കുറച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഈ നീറ്റ് 2025ൻ്റെ പേപ്പർ ആക്ച്വലി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ ഫിസിക്സിലെ ക്വസ്റ്റൻ വൈസ് തന്നെ നോക്കി, ബയോളജി കെമിസ്ട്രി ജസ്റ്റ് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഫിസിക്സിൽ അത്യാവശ്യം നല്ല ക്വസ്റ്റൻസ് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതായത് കോൺസെപ്ച്വലാണ്, NCERT പുറത്തൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ടൈം കുറച്ച് സ്പെൻഡ് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് രണ്ടാമത് ബയോളജിയും കുറച്ച് ടഫായിരുന്നു എന്ന് പറഞ്ഞു. ആൻഡ് കെമിസ്ട്രി കുട്ടികൾ പറയുന്നത് കെമിസ്ട്രി വാസ് ഈസി. കെമിസ്ട്രി പേപ്പർ എനിക്ക് ആക്ച്വലി നോക്കാൻ പറ്റിയിട്ടില്ല. കെമിസ്ട്രി പക്ഷേ കുട്ടികൾ പറയുന്നത് കെമിസ്ട്രി വാസ് റിലേറ്റീവ്ലി ഈസി എന്നുള്ളതാണ്. അപ്പം 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ ഫസ്റ്റത്തെ കാര്യം, നമ്മൾ നീറ്റിൻ്റെ മുമ്പ് 10 ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് നീറ്റ് 2025 വാട്ട് ടു എക്സ്പെക്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് സ്പെസിഫിക്കലി ഒറ്റ ടേക്ക് ഹോം മെസ്സേജ് ആയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രെൻഡ് അനാലിസിസ് പ്രകാരം നീറ്റ് 2025 ടഫ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മുമ്പത്തെ കട്ട് ഓഫും കാര്യങ്ങളെല്ലാം വെച്ചിട്ട്, അതേപോലെ ഈ ഇപ്രാവശ്യം നമ്മുടെ നാഷണൽ ബോർഡ് എടുത്ത തീരുമാനങ്ങളും എല്ലാം വെച്ചിട്ട് നീറ്റ് 2025 ടഫ് ആവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞാൻ നിങ്ങളോട് സ്പെസിഫിക്കലി പറഞ്ഞിരുന്നു, നീറ്റ് 2025 ടഫ് ആണെന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അവിടെ വിഷമിക്കരുത്, നിങ്ങൾ ഒരിക്കലും ഡെസ്പാവരുത്. കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് മാത്രമല്ല ടഫ്, ഇന്ത്യയിൽ ഈ എക്സാം എഴുതാൻ പോകുന്ന ഓരോ കുട്ടിക്കും ടഫായിരിക്കും. ഇത് കട്ട് ഓഫ് കുറയാൻ പോകുന്ന എക്സാമാണ്. ദിസ് ഇസ് നോട്ട് ദറ്റ് ഹൈ സ്കോറിംഗ് എക്സാം എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്രാവശ്യത്തെ നീറ്റിൻ്റെ പേപ്പർ ലാസ്റ്റ് ഇയേഴ്സിനേക്കാളും അല്ലെങ്കിൽ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സിനേക്കാളും കുറച്ചും കൂടി ടഫാണ്. അപ്പം ഇതിൽ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ ഹോപ്പ് ദാറ്റ് വാസ് ഹെൽപ്ഫുൾ ഫോർ യു. അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ട കുട്ടികൾക്കെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആ പേപ്പർ കിട്ടിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇത് ഒരു ഹൈ സ്കോറിംഗ് എക്സാം അല്ല. അപ്പോൾ ആ 3 മണിക്കൂർ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാം ടഫായി കഴിഞ്ഞാൽ, ഇപ്പം ലാസ്റ്റ് നീറ്റിൻ്റെ ഒരു സംഭവം, ലാസ്റ്റ് നീറ്റ് കഴിഞ്ഞപ്പോൾ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാം കഴിഞ്ഞ പാടെ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. കാരണം എന്താ, എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, നല്ല സ്കോറുണ്ട് എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും വിചാരിച്ചു എല്ലാവർക്കും MBBS കിട്ടും എന്നുള്ളത്. പക്ഷേ ആക്ച്വലി 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വിഷമിക്കാൻ തുടങ്ങി. കാരണം എന്താ, സ്കോർ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എന്തായും, കട്ട് ഓഫ് നന്നായിട്ട് കൂടും. അപ്പം ലാസ്റ്റ് നീറ്റിന് ഇനീഷ്യലി നിങ്ങൾക്ക് സന്തോഷവും പിന്നെ നിങ്ങൾക്ക് വിഷമമായിരുന്നു. ആൻഡ് ദിസ് നീറ്റിന് നിങ്ങൾക്ക് തിരിച്ചായിരിക്കും. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ കൈ കിട്ടിയപ്പോഴും അതുപോലെ ഇന്നൊക്കെ നിങ്ങൾക്ക് വിഷമമായിരിക്കും. കാരണം നിങ്ങൾ മാർക്ക് കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ മാർക്ക് വരുന്നുണ്ടാവില്ല. ബട്ട് നാളെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ കട്ട് ഓഫ് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ സന്തോഷിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറിയ മാർക്കോടെ തന്നെ നിങ്ങൾക്ക് സീറ്റ് കിട്ടാനുള്ള ചാൻസസ് ഫാർ മച്ച് ബെറ്ററാണ്. ഓക്കെ, അപ്പം ഇൻ കേസ് നിങ്ങൾക്ക് ഇനി തീരെ മാർക്കില്ല, ഇത് അങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്സാം കൊണ്ട് നമ്മളെ ലൈഫ് ഒരിക്കലും തീരുമാനിക്കപ്പെടുന്നില്ല. ഈ ഒരു നീറ്റ് എഴുതിയിട്ട് കിട്ടുന്ന പ്രൊഫഷൻസ് മാത്രമല്ല ജോലിയുള്ളത്. ഇതിനേക്കാളും നന്നായിട്ട് പേയ്മെൻറ്റ് കിട്ടുന്ന, നല്ല സോഷ്യൽ സ്റ്റാറ്റസും കിട്ടുന്ന ഒരുപാട് ജോലികളുണ്ട്. അപ്പം ഈ ഒരു എക്സാം വെച്ചിട്ട് നിങ്ങൾ ആരും അളക്കാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾ ഒരു വർഷം ഇമ്മൻസ് സ്ട്രെസ്സിലൂടെയാണ് പോയത്. അപ്പം ഇനി നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇനി നിങ്ങൾ ശരിക്കും റിലാക്സ് ചെയ്യണം. നിങ്ങൾ ഒരുപാട് ഉറക്കം ഒഴിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്, നിങ്ങളുടെ വീട്ടിലെ പരിപാടികൾ കാര്യങ്ങളെല്ലാം ഒഴിച്ചിട്ടുണ്ടാവും. അപ്പം അതിനെന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ബോഡിക്കും ബ്രെയിനൊക്കെ ഹീൽ ചെയ്യാനുള്ള സമയം കൊടുക്കുക. നല്ല നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. ഫാമിലിൻ്റെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നല്ല നല്ല ടൈം സ്പെൻഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ചാടി കയറി ഡിസിഷൻസ് ഒന്നും എടുക്കരുത്. നമ്മൾ ഭയങ്കര സന്തോഷത്തിലുള്ള സമയത്തും നമ്മൾ ഭയങ്കര വിഷമത്തിലുള്ള സമയത്തും നമ്മൾ ഡിസിഷൻസ് എടുക്കരുത്. ഓക്കെ, സോ ഇപ്പം നമ്മളൊരു ഡിസിഷൻ എടുക്കരുത്. കാരണം നമുക്ക് ഡിസിഷൻ എടുക്കാൻ സമയമുണ്ട്. ഇപ്പം നമ്മൾ ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അലോട്ട്മെൻ്റ് ഒക്കെ ആവുന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്. സോ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ കട്ട് ഓഫ് ഈ വർഷം കുറയാൻ പോവുകയാണ്. നമ്മുടെ ലാസ്റ്റ് വർഷത്തെ കട്ട് ഓഫ് ഞാൻ പ്രിഡിക്റ്റ് ചെയ്തിരുന്നത്, അതായത് ആ 10 ദിവസം മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ പ്രിഡിക്റ്റ് ചെയ്തിരുന്ന കട്ട് ഓഫ് നമ്മൾ 652 ഓൾമോസ്റ്റ് 625 വരെ എത്തുന്നതാണ് ഞാൻ പറഞ്ഞത്. ബട്ട് അതിനേക്കാളും കുറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് കറക്റ്റ് ഇപ്പം എനിക്ക് എന്തായാലും പറയാൻ പറ്റില്ല. ബട്ട് അപ് ടു 600 അല്ലെങ്കിൽ അതിലും കുറയുന്നുള്ളതാണ് ഇപ്പം ഇനീഷ്യൽ വരുന്ന റിപ്പോർട്ട്സിലെല്ലാവരും പറയുന്നത്. സോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. ആൻഡ് വൺ മോർ തിങ്, അതായത് നമ്മൾ ടോപ്പിക് വൈസ് അനാലിസിസ്, ഇപ്പോൾ ഞാൻ കുറച്ച് ടോപ്പിക്സ് ഞാൻ നിങ്ങൾക്ക് 62, 14, 76 ടോപ്പിക്സ് ടോട്ടൽ പറഞ്ഞു തന്നിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ ആ ടോപ്പിക്സ് അനലൈസ് ചെയ്തപ്പോഴും എനിക്ക് ഫിസിക്സ്, ഞാൻ പറഞ്ഞില്ല ഫിസിക്സ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഫിസിക്സിൽ തന്നെ നമ്മുടെ സ്ഥിരം പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് ചോദിക്കുന്ന 3 ചാപ്റ്റർ ഞാൻ പറഞ്ഞിരുന്നു. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ നിന്ന് 3 ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് 3-4 ചോദിച്ചിട്ടുണ്ട്. റേ ഓപ്റ്റിക്സ് 4-5 ചോദിച്ചിട്ടുണ്ട്. അപ്പം ട്രെൻഡ് അവർ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ടഫാക്കുക ഇതാക്കുകയാണെന്നുണ്ടെങ്കിലും എപ്പോഴും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് സെയിം ആണ്. അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മാർക്ക് എപ്പോഴും ഹോട്ട് ടോപ്പിക്സിന് തന്നെയാണ് കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതേപോലെ ബയോളജിയും ഞാൻ സാറിനോട് ചോദിച്ചപ്പോൾ, നമ്മുടെ ഡോപ്പയിലൊരു സാറിനോട് ചോദിച്ചപ്പോൾ പറയാൻ പറ്റിയത് ജെനറ്റിക്സിന് അത്യാവശ്യം നന്നായിട്ട് ചോദിച്ചിട്ടുണ്ട്, ബയോടെക്നോളജി അത്യാവശ്യം നന്നായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ഇമ്പോർട്ടൻ്റ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. അതൊന്നും നിങ്ങൾക്ക് നോക്കണ്ട. നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഒരു വർഷം ചെയ്ത കാര്യങ്ങൾ, നമ്മൾ ഒരു വർഷം ഇട്ട ഹാർഡ് വർക്കിൻ്റെ എല്ലാത്തിൻ്റെയും കാര്യം നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ട്. സോ ഇനി നിങ്ങൾ റെസ്റ്റ് എടുക്കുക. ഓക്കെ, നിങ്ങൾ റിലാക്സ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക.
നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നിടത്ത് വെച്ച് നോക്കാം. ഓക്കെ, സോ പിന്നെ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കരുത്. പിന്നെ നമുക്ക് നീറ്റിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആക്ച്വലി. കാരണം ഫിസിക്സ് പേപ്പർ കണ്ടപ്പോൾ തന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. പക്ഷേ അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ നിങ്ങൾ റെസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് പിന്നീട് മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ്, ബൈ. ഓക്കെ.